നമസ്തേ. നമസ്കാരം. ലിതേഷ് ജി, ഓ ബാക്കിലേക്ക് സ്വാഗതം. നാഗദോഷം കേരളത്തിനകത്ത് എല്ലാ പേരും ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു സംഭവമാണ് നാഗദോഷം അല്ലെങ്കിൽ നാഗദേവത പ്രശ്നം എന്ന് പറയുന്നത്. എല്ലാ ജ്യോതിഷന്മാരും പറയുന്നത് പ്രതീക്ഷകൾ കൊടുത്തും പേടിപ്പിച്ചുമാണല്ലോ സ്വാഭാവികമായിട്ട് രണ്ട് ഫിലോസഫിയിലാണല്ലോ പോകുന്നത്. അതിൽ നാഗദോഷം എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിക്കും. ഏറ്റവും കൂടുതൽ മണ്ണാറശാല അല്ലെങ്കിൽ മണ്ണാറശാല നമ്മുടെ അടുത്ത് തന്നെയാണ്, വലിയ കുഴപ്പമില്ല, എല്ലാ ആൾക്കാർക്കും ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന സ്ഥലം കൂടെയാണ്. പലരും ജാതകം നോക്കിയതിന് ശേഷം, പ്രശ്നം നോക്കിയതിന് ശേഷം പറയുന്നത് നിങ്ങൾക്ക് നാഗദോഷമുണ്ട്, നിങ്ങൾ പൂർണ്ണമായിട്ടും തിരുപ്പതി പോകൂ, അവിടെ പോകൂ, ഇവിടെ പോകും എന്നൊക്കെ പറയുന്നു. കാളഹസ്തി ടിപ്പിക്കലി ഒരു കമേഴ്ഷ്യൽ ബ്രാൻഡിംഗ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. നമ്മൾ ഒന്നിനെ എതിർക്കുന്നതല്ല. പക്ഷേ ഇത് സാധാരണപ്പെട്ട ആൾക്കാർക്ക് കേരളത്തിൽ നാഗാലയം അല്ലെങ്കിൽ നാഗങ്ങളുടെ തറവാട് എന്നറിയപ്പെടുന്നതാണ് കേരളം. എങ്ങനെയാണ് നാഗദോഷം വരാതിരിക്കാൻ പ്രിക്കോഷൻ എടുക്കേണ്ടത് ഒന്ന് പറയാമോ? നാഗദോഷം വരാതിരിക്കാൻ പ്രിക്കോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുലങ്ങളിലെല്ലാം നാഗങ്ങളുണ്ട്. അതെ. അപ്പോൾ ഈ പൊതുവേ നമ്മൾ ഈ നാഗം എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ നിലത്തൂടി കഴിഞ്ഞ് നടക്കുന്ന പാമ്പാണോ നാഗം? അതെ എന്നുള്ളതാണ്. അപ്പോൾ ഈ പാമ്പിനെ കൊന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ട്. അതായത് പണ്ട് കാലത്ത് നമ്മൾ ഈ ഡോക്ട്രൈൻ ഓഫ് സിഗ്നേച്ചർ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് പൂർവികന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷാ ശൈലിയാണ്. അതായത് പ്രകൃതിയിൽ കാണുന്ന ചില വസ്തുവിനെ താരതമ്യം ചെയ്ത് സംസാരിക്കുക. ഇപ്പം നമ്മുടെ തന്ത്രശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ശാരദാതിലക തന്ത്രം, അതിനകത്ത് പ്രഥമ അധ്യായത്തിൽ ശബ്ദബ്രഹ്മോത്പത്തി എന്ന് പറയുന്ന ഒരു പടലത്തിൽ നമ്മുടെ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ നാഡീവ്യൂഹങ്ങൾക്കകത്ത് പത്മദണ്ഡി, താമരയുടെ തണ്ട് പോലത്തെ നാഡികൾ, നമ്മൾ ആർട്ടറീസ്, മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു മോഡേൺ ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ശരീരം കീറിക്കഴിഞ്ഞാൽ താമരയുടെ തണ്ട് കാണുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. അപ്പോൾ ഈ പാമ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ നിലത്തൂടി കഴിഞ്ഞ് നടക്കുന്ന പാമ്പാണെന്ന്, അതിനെ കൊല്ലുന്നതാണ് സർപ്പദോഷം എന്നുണ്ടെങ്കിൽ ചൈനക്കാർക്കൊക്കെ ഭയങ്കര സർപ്പദോഷമായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ പാമ്പിനെ തിന്നുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. കൊറിയ, അവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം സർപ്പദോഷം എന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതല്ല സർപ്പം എന്ന് പറയുന്നത്, ഇതൊരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ. ഒന്നാമത് നമ്മുടെ എനർജിയുടെ ഒരു സഞ്ചാരം നമുക്ക് നോക്കിയാൽ കാണാം സർപ്പിളമായ ആകൃതിയിലാണ്. പിന്നെ ഇതിന് പല രീതിയിൽ പറയുന്നുണ്ട്. അതായത് ചില വിധാനങ്ങളിൽ അവർ പറയുന്നുണ്ട് നമ്മൾ കുണ്ടലിനി ശക്തി ഉണർന്ന് സമാധിയായിട്ടുള്ളവരെയാണ് ഈ നാഗം എന്നുള്ള സങ്കല്പത്തിൽ യോഗീശ്വര സങ്കല്പമാണ് എന്നൊരു വിധാനമുണ്ട്. പിന്നെ കുറച്ചുകൂടി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാഡീവ്യൂഹങ്ങൾ, പിന്നെ നമ്മുടെ ബീജം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സർപ്പിളമായ ആകൃതിയിൽ സഞ്ചരിക്കുകയും അപ്പം അതുകൊണ്ട് സർപ്പദോഷം വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട്, സന്താന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലാണ് ആദ്യം പ്രശ്നം വരിക. പിന്നെ മാനസിക തലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, കേൾവി ശക്തിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ശത്രുക്കൾ കൂടുക, വിരോധം, ആൾക്കാർക്ക് നമ്മളോട് പൊതുവെ വിരോധം ഉണ്ടാക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടാവുക. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം സർപ്പദോഷങ്ങൾ ഉണ്ടെങ്കിൽ കാണാറുണ്ട്. പിന്നെ ഈ സർപ്പങ്ങൾ തന്നെ പല വിധാനത്തിലുണ്ട്. ഇപ്പം നമ്മൾ ശൈവം, വൈഷ്ണവം, ശാക്തം ഇങ്ങനെ പൊതുവേ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അതിൽ മിശ്ര സമ്പ്രദായമുണ്ട്. അതായത് ശൈവം വൈഷ്ണവും കൂടിയത്, ശാക്തവും വൈഷ്ണവും കൂടിയത്, സമ്പുടീകരണ ക്രിയ എന്നൊക്കെ നമ്മൾ തന്ത്രശാസ്ത്രത്തിൽ പറയും. ഒരു മന്ത്രത്തിൻ്റെ കൂടെ വേറൊരു മന്ത്രത്തെ ഘടിപ്പിച്ച് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചില പ്രോസസ്സാണ്. അപ്പോൾ ഇതേപോലെ ഈ സർപ്പങ്ങളിലും ശൈവം, വൈഷ്ണവം, ശാക്തം, മിശ്രം എന്നുള്ള ക്രമമുണ്ട്. അത് എല്ലാ ദേവതാ വിധാനങ്ങളിലും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് വിധാനത്തിലുള്ള നാഗങ്ങളാണ് നമ്മൾ പൂർവികമായി ആരാധിച്ചു വന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി, അതിനെ കൃത്യമായി അതിൻ്റെ ദോഷാവസ്ഥകളെ മനസ്സിലാക്കി അതിനെ മാറ്റി അതിനെ ഉപാസിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സർപ്പദോഷങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പം നമ്മുടെ എല്ലാ തറവാടുകളിലും, ഒട്ടുമിക്ക എല്ലാ സങ്കേതങ്ങളിലും ഈ സർപ്പാരാധന, ഇപ്പം ഈ നായർ തറവാടൊക്കെ എടുക്കാമെന്ന് വിളിക്കാം, അങ്ങനെ ജാതി പറയല്ല, പക്ഷെ എന്നാലും ഈ നാഗർ എന്ന് പറഞ്ഞിട്ട്, നായർ പണ്ട് ആൾക്കാർക്ക് നാഗഭണ കുടുംബയൊക്കെ കണ്ടിട്ടില്ലേ, ഈ സൈഡിലായിട്ട് അവർ കെട്ടും, അതൊക്കെ സർപ്പാരാധനയുടെ ലക്ഷണങ്ങളായിട്ട് അവർ ചെയ്തു വന്നിരുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ഇങ്ങനത്തെ തറവാടുകൾ എടുത്തു നോക്കിയാൽ അവിടെ ഒരു സർപ്പക്കാവ് ഉണ്ടാവും, എല്ലാ തറവാടുകളിലും. ഇത് അവരാരാധിച്ച് വന്നിരുന്ന ഒരു ക്രമമാണ്. ആ ആരാധനാക്രമത്തിൽ കോട്ടം വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സർപ്പദോഷം വരുന്നത്. അത് കേവലം ഇപ്പം ഞാൻ പറയുന്നത് പാമ്പിനെ കൊല്ലണം എന്നല്ല, പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ അത് സർപ്പം ഈ നിലത്തൂടി എഴയുന്ന പാമ്പിനെ മാത്രം റിലേറ്റ് ചെയ്ത് കിടക്കുന്നൊരു കാര്യമല്ല. നമ്മൾ ആരാധിച്ച് വന്നിരുന്ന നമ്മുടെ കുലത്തിലുണ്ടായിരുന്ന സർപ്പസംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾക്ക് ക്ഷതമേൽക്കുമ്പോഴാണ് ഈ സർപ്പദോഷങ്ങൾ വന്ന് ഭവിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ക്ഷതം പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി അതിന് വേണ്ടുന്നതായിട്ടുള്ള ഉചിതമായിട്ടുള്ള ക്രിയകൾ ചെയ്ത് ആ ദേവതയെ നമ്മൾ ഉപാസിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള വഴി. അതെ, വളരെ സന്തോഷം. അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇൻപുട്ടാണ് താങ്കൾ തന്നിരിക്കുന്നത്. അതായത് നോർമലി ഇപ്പോൾ നാഗോപാസന എന്നൊക്കെ പറയുന്ന സമയങ്ങളിൽ കേരളത്തിനകത്ത് താങ്കൾ പറഞ്ഞതുപോലെ പല വീടുകളിലും പല
തറവാടുകളിലും ഒരു ചെറിയൊരു നാഗദൈവത പ്രതിഷ്ഠയോ എന്തെങ്കിലും ഉണ്ടാകാം. അറിഞ്ഞോ അറിയാതെ അടുത്ത ജനറേഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇത് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന വലിയൊരു വിഭാഗം വേറെയുണ്ട്. എങ്ങനെ? അതായത് നിങ്ങൾക്ക് നാഗദോഷം ഉള്ളത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഈ പൂജകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പലരും ചൂഷണം ചെയ്ത് പല പേടിപ്പിക്കുന്ന സംഭവങ്ങൾ കൊടുത്ത് ഇവരെല്ലാ കാര്യങ്ങളും താങ്കൾ പറഞ്ഞതുപോലെ പല കണക്റ്റഡ് ഡിസീസസ്, ഒന്ന് സ്കിൻ റിലേറ്റഡ് ഡിസീസ് ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അത് എല്ലാവരും പറയുന്നുണ്ട്. അല്ലാതെ വരുന്ന എന്ത് സംഭവമാണെങ്കിലും ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പേടിപ്പെടുത്തലുകളുണ്ട്, പൊതുവേ ഉണ്ട്. അപ്പോൾ ഇത് സാധാരണപ്പെട്ട്, അതായത് ഒരു ദിവസം നമുക്ക് വരുന്ന കൺസൾട്ടേഷൻ കോളാണെങ്കിലും നമുക്ക് വരുന്ന ഈ ഇൻട്രാക്റ്റീവ് കോൾസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് കേരളത്തിലെ സ്ത്രീകളാണ്, അതായത് അമ്മമാരാണ്. അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ മക്കളെക്കുറിച്ചൊരു ബോധറേഷൻ ഉള്ളത്. അവിടെ കൂടുതൽ പറയുന്നത് സാറേ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഈ നാഗദോഷം ഉള്ളത് കൊണ്ടാണോ, എന്നാൽ എൻ്റെ കുടുംബത്തിൽ നാഗപ്രതിഷ്ഠയൊന്നുമില്ല. സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു കുടുംബത്തിൻ്റെ ബാക്ക് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഉറപ്പായിട്ടൊരു നാഗപ്രതിഷ്ഠയോ എന്തെങ്കിലും ഉണ്ടാകാം. അപ്പോഴായിരിക്കും ഏതെങ്കിലും ജ്യോതിഷനെയോ ദൈവജ്ഞാന്മാരെയോ വിളിച്ച് പ്രശ്നം വയ്ക്കുന്നത്. അപ്പം നിയോഗം എന്ന രീതിയിൽ വരുന്ന ഒരു ജാതകന് നല്ല ദൈവജ്ഞനാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണോ അതിൻ്റെ മിനിമം ഒരു 3 ഇരട്ടി പ്രശ്നം ഇനിയും ഉണ്ടാകും. ഈ മന്ത്രങ്ങൾ മാറുന്നത് ഒരു വലിയ വിഷയമാണല്ലോ, അന്യമന്ത്ര യജന ദോഷം. അതെ, നമ്മൾ ജ്യോതിഷത്തിൽ തന്നെ പറയുന്നതല്ലേ. അതെ അതെ. അതായത് പൂർവികമായി ആരാധിച്ച്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നാഗങ്ങളിൽ തന്നെ ഇപ്പം നാഗരാജാവ് എന്ന് പറയുന്ന ശൈവവിധാനത്തിലും ഇപ്പം അതിൽ തന്നെ പോലെ നാഗരാജാവ്, സർപ്പരാജ്ഞി, സർപ്പയക്ഷി, നാഗരാജ്ഞി, ഇങ്ങനെ 3 വിധാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മന്ത്രങ്ങളുണ്ട്. ഓരോ തറവാട്ടിലും ആരാധിച്ച് വന്നിരുന്ന മന്ത്രങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അപ്പം അങ്ങയുടെ തറവാട്ടിൽ നാഗരാജാവിന് ഉപയോഗിച്ച മന്ത്രമായിരിക്കില്ല എൻ്റെ തറവാട്ടിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇത് തമ്മിൽ അത് ആ കുലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ കുലത്തിൽ ആചരിച്ച് വന്ന മന്ത്രത്തെ കൃത്യമായി കണ്ടെത്തി ഉപാസിച്ചാലേ നമ്മളിലുള്ള ആ ഒരു ശബ്ദതരംഗം കറക്റ്റ് ആവുള്ളൂ. ശരിയാണ്. അപ്പോൾ ഇതില്ലാതെ പൊതുവേ നാഗപൂജയ്ക്ക് എല്ലാവരും നമശിവായ എന്ന് പറഞ്ഞിട്ടാണ് പൂജിക്കുന്നത്. അത് നമുക്ക് അറിയാവുന്നൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയല്ല, അതിൻ്റേതായിട്ടുള്ള ബീജാക്ഷര മന്ത്രങ്ങളുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവ്, നമുക്ക് ഇൻ്റർനെറ്റിലൊന്നും കിട്ടില്ല. താളിയോല ഗ്രന്ഥങ്ങളിലും പൂർവികമായി പകർന്നു കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ നാഗം, അതുപോലെ തന്നെയാണ് ഇപ്പം വളരെ എന്താ പറയുക പ്രാബല്യത്തിലുള്ള ഒരു സംഭവമാണ് ഈ വിഷ്ണുമായ, അല്ലേ? അങ്ങനത്തെ കാര്യങ്ങൾ, ഇതൊക്കെ വളരെ രഹസ്യമായി ഉപാസിച്ച് വന്നിരുന്ന ചില ക്രമങ്ങളാണ്. അപ്പോൾ ഈ നാഗവിധാനത്തിൽ പൂർവികമായി ആരാധിച്ച് വന്ന മന്ത്രങ്ങളല്ലാതെ നമ്മൾ പൊതുവെയുള്ള ഒരു നാഗപരിഹാരം ചെയ്യുക, ഇപ്പോൾ സർപ്പബലി ചെയ്യുക, പായസഹോമം ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അത് ആ ചെയ്യുന്ന ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ ഒരു ദേവതയുടെ അനുഗ്രഹം കിട്ടും എന്നല്ലാതെ നമ്മുടെ കുലത്തിലെ ദോഷത്തിനൊരു പരിഹാരമാവില്ല. കാരണം കുലത്തിൽ ആചരിച്ച് വന്നിരിക്കുന്ന ക്രമങ്ങൾ കൃത്യമായി ആചരിച്ചാൽ മാത്രമേ അതുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുള്ളൂ, അല്ലേ? പൂർവികമായി നമ്മൾ പൂർവികർ ആരാധിച്ച ആ ഒരു മന്ത്ര ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു ശബ്ദതരംഗം അത് നമ്മൾ കൃത്യമായി നമ്മളിൽ റീആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഇത് വർക്കാവുക. അതെ അതെ അതെ. എന്തായാലും പരമേശ്വർജി, വളരെ സന്തോഷം. ഈ പറയുന്ന നാഗദോഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ തികച്ചും നല്ലൊരു വളരെ വ്യത്യസ്തനായ എല്ലാ രീതിയിലും സൊല്യൂഷൻസ് കൊടുക്കാൻ താങ്കൾ പറഞ്ഞാൽ വളരെ വാലിഡ് പോയിന്റ് ഉണ്ട്. അതായത് പല കുലങ്ങളിൽ നിന്ന് വരുന്ന നാഗദോഷങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ ആ കുലത്തിൻ്റെ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഈ പറയുന്ന ജനറിക് പോയിന്റ്സിനകത്ത് ഒരാൾക്കും റെമഡിയൽ മെഷേഴ്സ് കൊടുക്കാന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ടും പരിഹാരം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നല്ലൊരു ദൈവജ്ഞൻ്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റട്ടെ. പൂർണ്ണമായിട്ടും അവരുടെ ദോഷങ്ങൾ മാറാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.